മലയാളത്തിൽ സുഡാനി ഫ്രം നൈജീരിയ കാണുമ്പോൾ പറയാൻ ഉദ്ദേശിച്ച രാഷ്ട്രീയത്തിൽ സാർവദേശീയ സ്നേഹവും പൗരത്വത്തിൻ്റെയും അഭയാർത്ഥത്തിൻ്റെയും പ്രശ്നങ്ങൾ നമ്മളിലൊരാൾക്ക് അല്ലെങ്കിൽ അയൽപ്പക്കത്തെ വീട്ടിലെന്ന പോലെ ഉള്ളിലേക്ക് കയറുന്നു. കുമ്പളങ്ങി നൈറ്റ്സ് കാണുമ്പോൾ സദാചാരം, പാട്രിയാർക്കി സ്റ്റീരിയോടൈപ്പുകൾ, പ്രേമം, മെൻ്റൽ ഹെൽത്തിൻ്റെ പ്രാധാന്യം എന്നിങ്ങനെയെല്ലാം അനായാസം റിലേറ്റ് ചെയ്യപ്പെടുന്നു. എന്നാൽ ചില സിനിമകൾ ഞങ്ങൾ ഇന്ന രാഷ്ട്രീയമാണ് അടുത്ത സീനിൽ പറയാൻ പോകുന്നതെന്ന് നേരത്തെ തന്നെ പ്രേക്ഷകരിലേക്ക് ഫോഴ്സ്ഫുള്ളി എത്തിക്കുന്നു. എല്ലായിടത്തും മുഴച്ചു നിൽക്കലുകൾ പ്രകടമാകും. ഈ പറഞ്ഞ രണ്ടെണ്ണത്തിലെ ആദ്യ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് കിരൺ റാവുവിൻ്റെ ലാപത ലേഡീസ്. പ്രണയം, വിരഹം, വിദ്യാഭ്യാസം, അഴിമതി, സ്ത്രീകൾ നേരിടുന്ന വൈവാഹിക പ്രശ്നങ്ങൾ, തൊഴിൽ, സ്ത്രീധനം നേരിടുന്ന വിവേചനം, ലാപത ലേഡീസ് മുന്നോട്ടേക്ക് വെക്കുന്ന വിഷയങ്ങൾ നാനാവിധമാണ്. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ടൊറൻറ്റോ ചലച്ചിത്രമേളയിലാണ് സിനിമ ആദ്യമായി പ്രദർശിപ്പിക്കുന്നത്. പിന്നീട് മാർച്ച് 1 തിയേറ്ററിലെത്തിയെങ്കിലും ഒട്ടും ആരും ശ്രദ്ധിക്കാതെ കളക്ഷനൊന്നും നേടാതെ പടം തിയേറ്റർ വിട്ടു. അങ്ങനെ അമീർ ഖാൻ്റെ പ്രൊഡക്ഷനിലുള്ള ചിത്രം ഏപ്രിൽ 26 നെറ്റ്ഫ്ലിക്സിലെത്തുന്നത്. രസകരമായ ചേരുവകളുടെ ഉത്സവമാണ് ലാപത ലേഡീസ്. താലിമാല അഴിച്ച് പോലീസുകാരനെ ഏൽപ്പിച്ച് ജീവിതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ പരമാധികാര റിപ്പബ്ലിക്കിലേക്ക് ഇറങ്ങി നടക്കുന്ന ജയ, ഫൂലിൻ്റെ കണ്ണുകളിലെ പ്രണയം, റെയിൽവേ സ്റ്റേഷനിൽ സമൂസ കടന്ന ഉഷാറായിരിക്കുന്ന ദീദി, അങ്ങനെ നീളുന്നു ലാപത ലേഡീസിൻ്റെ രാഷ്ട്രീയം. പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്ന ദരിദ്രനെന്ന് തോന്നിക്കുന്ന ഒരു യുവാവ്. അയാളുടെ പരാതി വിവാഹം കഴിഞ്ഞു വരുന്ന വഴി തൻ്റെ ഭാര്യയെ കാണാതായി എന്നാണ്. ശരി, അന്വേഷിക്കാമെന്ന് മടിച്ച് സമ്മതിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ സ്വാഭാവികമായും ഭാര്യയുടെ ഫോട്ടോ ആവശ്യപ്പെടുന്നു. മൂടുപണമണിഞ്ഞ വധുവിനൊപ്പം നിൽക്കുന്ന കല്യാണ ഫോട്ടോ നൽകുന്ന യുവാവിനെ നോക്കി അത്ഭുതത്തോടെ SI ചിരിക്കുന്നു. ചിത്രത്തിൻ്റെ ട്രെയിലർ മുന്നോട്ട് വെച്ച പ്രതീക്ഷയുടെ സൂചനകൾ ഇപ്രകാരമായിരുന്നു. സിനിമയിലേക്കെത്തിയാൽ ട്രെയിലറിൽ പറഞ്ഞതുപോലെ കല്യാണം കഴിഞ്ഞ് 2 ദമ്പതികൾ ട്രെയിനിൽ പോകവേ അതിലൊരാൾ മറ്റൊരാളുടെ ഭാര്യയെ ആളുമാറി വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. പിന്നീടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് കഥാതന്തു. നാം പലപ്പോഴും ഉപയോഗിക്കുന്ന വാക്കാണ് സോഷ്യൽ കണ്ടീഷനിങ്. ഒരാളുടെ ജീവിതത്തെയും അയാളെടുക്കുന്ന തീരുമാനങ്ങളെയും സ്വാധീനിക്കുന്നത് വളർന്നു വന്ന ചുറ്റുപാടും ലഭിച്ച അറിവിൻ്റെ സോഴ്സും അതിൻ്റെ സ്വഭാവവുമാണ്. കഥ നടക്കുന്നത് 2000 തുടക്കത്തിലാണെങ്കിലും പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഇന്നും പിന്തുടരുന്ന സാമൂഹിക സാഹചര്യങ്ങളാണ് സിനിമയിലുള്ളത്. ഈ അടുത്ത് സുനിൽ P. ഇളയിടം സാഹിത്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു വേളയിൽ പറഞ്ഞത്, പരിചയമില്ലാത്ത ഒരു ലോകത്തേക്ക് വായനക്കാരനെ എത്തിക്കാനും ആ സ്ഥലത്തെ നേരിട്ടെന്ന പോലെ എക്സ്പീരിയൻസ് ചെയ്യാനും സാഹിത്യം സഹായിക്കുന്നു എന്നതാണ്. അത് തന്നെയാണ് സിനിമകളും ചെയ്യുന്നത്. ഉത്തരേന്ത്യയിലെ ഗ്രാമത്തിലെ വീട്ടിൽ നിന്നും നടന്നിറങ്ങുന്ന നവവധൂവരന്മാർ ഇടയ്ക്ക് സ്കൂട്ടറിൽ കയറിയും പിന്നീട് അവിടുന്ന് തോണിയിൽ നദി കടന്നും ശേഷം ബസ്സിൻ്റെ മുകളിൽ കയറിയിരുന്നും അവിടുന്ന് ഇറങ്ങി നടന്ന് സാധാരണ ഏതോ ഒരു സ്റ്റേഷനിലെത്തി ട്രെയിനിൽ കയറിയും അവർ പോകുന്നതിനോടൊപ്പം ഓരം ചേർന്ന് നമ്മളുണ്ട്. നിങ്ങളില്ലായിരുന്നുവെങ്കിൽ എനിക്കെൻ്റെ ജീവിതം തിരിച്ചു കിട്ടില്ലായിരുന്നു എന്ന് കൈകൂപ്പി പറയുന്ന ഫൂലിനോട് നീ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെട്ടേനെ എന്ന് കെട്ടിപ്പിടിച്ച് മറുപടി പറയുന്ന ജയ. ഇത് കാണുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ശ്രേയ ഘോഷാലിൻ്റെ സോഫ്റ്റ് മെലഡി സോങ് എന്നതൊക്കെയും ഗംഭീര സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ്. കഥാവസാനത്തിലെ സ്വപ്നം കണ്ടതിന് മാപ്പ് പറയുന്നത് എന്തിനെന്ന മനോഹര ചോദ്യവും അത് അവശേഷിപ്പിക്കുന്ന 1000 ഉപചോദ്യങ്ങളും ഈ സിനിമ നടക്കുന്ന 2000-ൻ്റെ തുടക്കത്തിലും 2024-ലും ഇനി അങ്ങോട്ടും തെളിമയോടെ നിൽക്കുമെന്നത് തീർച്ച. ചുരുക്കി പറഞ്ഞാൽ കാണാതായ സ്ത്രീകൾ എന്നാണ് സിനിമയുടെ പേരെങ്കിലും 2 സ്ത്രീകളുടെ സ്വയം കണ്ടെത്തലിൻ്റെ കഥയാണ് ലാപത ലേഡീസ്.